ഹലോ ഗൈസ്, മല്ലു ബസ് ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓട്ടം എങ്ങോട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജാ. കോട്ടയം മെഡിക്കൽ കോളേജിലെ പിള്ളേരായിട്ട് നമ്മൾ ഗോവക്ക് പോയാണ്. ഡണ്ടേലി എവിടെ? ചിക്കമംഗ്ലൂര്, ഡണ്ടേലി, ഗോവ. വേലൂരാ എവിടെയെങ്കിലും ആട്ടെ. അപ്പൊ നമ്മുടെ റാവൻ ചെറുക്കനായിട്ടാണ് പോകുന്നത്. റാവൻ ചെറുക്കൻ അതേപോലെ തന്നെ നമ്മുടെ അനിയൻ ചേട്ടൻ. പിന്നെ നമ്മുടെ പാക്കേജറായിട്ട് ഒരു കാര്യമില്ലാണ്ട് കയറുമെന്ന് വന്നു. പിന്നെ നമ്മുടെ ചെണ്ട നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ. ചെണ്ട ഫുഡ് അടിപൊളിയാന്ന് പിള്ളേരുടെ അഭിപ്രായം മൂലം ചെണ്ടനെ കൊണ്ടുവന്നതാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മൾ പുറകെ കാണിച്ചു തരാം. അതെ, നമ്മുടെ ഏറ്റുമാനൂര് കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിള്ളേർ സെറ്റൊക്കെ എല്ലാം ഫുള്ള് വൈബിലാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ പുറകെ കാണിച്ചത്. നമ്മുടെ അനിയൻചേട്ടാ ഷോ വിളിക്കല്ലേ. പിള്ളേരെല്ലാം ഫുള്ള് ഭയങ്കര വൈബിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പുറകെ കാണിച്ചു തരാം. അപ്പൊ ഗായ്സ്, നമ്മള് മൂവാറ്റുപുഴ എത്തി. എവിടെ മൂവാറ്റുപുഴയല്ലേ എത്തിക്കണം? മൂവാറ്റുപുഴ. അപ്പൊ നമ്മള് മൂവാറ്റുപുഴ ലൈനിൽ ഇങ്ങനെ ഫുള്ള് വൈബാണ് പിള്ളേര്. നമ്മുടെ മെഡിക്കൽ കോളേജല്ലേ? കോട്ടയം മെഡിക്കൽ കോളേജിലെ പിള്ളേരാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. പിള്ളേർ നടത്തിട്ടിരിക്കുക. പിള്ളേരൊക്കെ പിന്നെ നമുക്ക് ട്രക്കിങ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പിള്ളേരെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അനിയൻ ചേട്ടൻ ഇതില് അനിയൻ ചേട്ടൻ രണ്ടൊക്കെ ഉറക്കപ്പിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. രാത്രിക്ക് കിളിയുടെ ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന ചെണ്ടയാണ്. അപ്പൊ അതുകൊണ്ട് ചെണ്ട കിടന്നുറങ്ങി. അപ്പൊ ഞാൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉറങ്ങും. കാരണം രാത്രിയിലത്തെ ഡ്യൂട്ടി ഏറ്റെടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ നന്ദു ഇപ്പൊ ഈ സൈഡ് നോക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പുറകെ നമ്മൾ കാണിച്ചു തരാം. നമുക്കിനി ഇവിടെ നിന്ന് ഓടിപ്പോയിട്ട് നമ്മളെവിടെ എന്താ ഫുഡ് കൊടുക്കണം ഇവിടെ സമയം പോലെയാണല്ലേ? ഒരു 8-9 മണി. അപ്പോൾ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി ഓടുള്ളൂ. കാരണം നമുക്കിനി നേരെ കണ്ടിന്യൂസ് ഓടിപ്പോണം. നമുക്ക് നാളെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ എത്തുള്ളൂ. നമ്മൾ അത് ചിക്കമംഗ്ലൂരല്ലോ. അപ്പോൾ ചിക്കമംഗ്ലൂര് നമ്മൾ ഓടി നമ്മൾ ഒരു 10-11 മണിയാകുമ്പോഴേ എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈനിൽ ഓടിയിരിക്കും. പിന്നെ ഫുഡ് കഴിക്കാനായിരിക്കും വണ്ടി നിർത്തുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കുറേ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങനെ ഓടിയത് ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ അങ്കമാലി കഴിഞ്ഞ് ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിഗ്നലല്ലേ ഇത്? രണ്ടാമത്തെ സിഗ്നലിലെത്തി. നമ്മുടെ ചെറുക്കൻ മെട്രിക്സിലെ ഫ്രണ്ടേ കിടക്കുന്നത്. അതേപോലെ തന്നെ ഒരു 34 സീറ്റ് വണ്ടിയും കൂടി ഉണ്ട് കേട്ടോ. അവന്മാര് പുറകിലാണ് ബാക്കിലാണ് ഫ്രണ്ടിലാണ് അവന്മാര്. വെള്ളിയാണല്ലോ ദൈവമേ, മൊത്തം വെള്ളിയാണ്. അനിയൻ കുഞ്ഞാണ്ടാക്കി ചിരിക്കണം. ഒരു പുള്ളി ചെയ്തിട്ടിരിക്കണ്. കാരണം നമ്മുടെ വായിന്ന് എന്തെങ്കിലും വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ടീമാണ് ഈ ചെണ്ടയൊക്കെ എന്ന് പറയുന്നത്. ഇവനെ കൊണ്ട് വലിയതല്ലാണ്. സംസാരിക്കാൻ വായെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ. ഇനി ഗോവ വരെ ഞാൻ ഇവനെ തയ്ക്കണോ ഇവൻ ഞങ്ങളെ തയ്ക്കണോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും ബാക്കി വിശേഷങ്ങൾ ലൈനിൽ കാണിച്ചു തരാം. ഇനി ഫുഡ് കഴിക്കാനായിട്ടുള്ള അടുത്ത പരിപാടിയാണ്. കാരണം ഇവിടെ നേരെ ഓടി ലൈനിൽ നേരെ പോകണം. അടുത്തൊരു ഫുഡ് കഴിക്കാനായിട്ട് ചെണ്ടക്ക് ക്ഷീണമാണ്. ഉറക്കം വന്നിരിക്കുകയാണ്. പാക്കേജ് ഒരു കാര്യമില്ലാത്ത പാക്കേജ്. ക്യാബിൻ ഫീലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാബിൻ ഫീൽ. ഇങ്ങനെ ഈ ക്യാബിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്ന് പോകാനായിട്ട് എന്തൊരു ഫീലാണെന്ന് അറിയുമോ? ദീർഘം വീഡിയോ എടുത്തോണ്ടിരിക്കണം. പാക്കേജർ വീഡിയോ. ഇത് നമ്മുടെ മെട്രിക്സ് ചേർക്കാൻ ഫ്രണ്ടേ കപ്പറ. അത് നമ്മുടെ പാക്കേജ് നമുക്ക് കപ്പറ വാങ്ങിച്ചു തരാൻ. കപ്പറ വാങ്ങിച്ചു തരുമോ? ഇതത്തെ പാക്കേജ് നമ്മളെ കിട്ടും. നമ്മുടെ നമ്മളിവിടെ ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മുടെ കൊരട്ടി ആ ഭാഗമായിട്ടുള്ളൂ. കാരണം നല്ല തിരക്കുണ്ട് റോഡിൽ. അപ്പൊ
നമ്മുടെ ആദ്യത്തെ ടോളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ പാലിയേക്കര ടോൾ, അത് നമ്മുടെ പാലിയേക്കര ടോളിലേക്ക് എത്തി. നമ്മുടെ ഇറക്കം ഫ്രണ്ടേ പോണ് നമ്മൾ ബാക്ക്. അതേപോലെ തന്നെ ഇത് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ, രക്ഷയില്ല. നമുക്ക് ഈ ദൗത്യം ആദ്യം പൂർത്തീകരിക്കണം, എന്നിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. ഇതേപോലെ തന്നെ കുറേ ടോളുണ്ട്, നമുക്ക് വഴിയെ കാണിച്ചു തരാം കുറേ ലൈനിൽ ഓരോ കാര്യങ്ങളൊക്കെ. നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് നമ്മുടെ കുന്നുംകുളത്തുള്ള പമ്പ്, അതെ എൻ്റെ തഗ്ഗാണ് കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യൻ ഓയിലിന്റെ പമ്പില് നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ അതേ നമ്മുടെ ഫുഡ് വിളമ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ചെയ്തണ്ട പിള്ളേര്. ഇത് നമ്മുടെ ചെണ്ട ബീഫിന്റെ ആള് അനിയന് ഡ്രൈവർ ഓടി വന്നിരിക്കുന്നത് നമ്മുടെ, അത് വെജാണ്. പാക്കേജ് പ്ലേറ്റ് അപ്പൻ, പാക്കേജറുടെ പേര് മാറ്റി പ്ലേറ്റ് അപ്പൻ. അപ്പൊ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി. ഇവർക്ക് ഫുഡും കൊടുത്ത് വാഷ്റൂമിലൊക്കെ കൊണ്ടുപോയി നേരെ കേട്ടെ. ഇത് നമ്മുടെ മെട്രിക്സിന്റെ അകത്ത് ചാന്തി ചേട്ടന് ബീഫിന്റെ തൊട വേണം, ബീഫിന്റെ കാല് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടാവുന്നു. പാക്കേജറേ പ്ലേറ്റ് അപ്പാ, എടാ ബീഫിന്റെ ലെഗ് വേണോ? നമ്മുടെ പിള്ളേര് അവിടെ നിന്ന് ഫുഡ് കഴിക്കാണ്. നമ്മുടെ ബാബ്സിന്റെ വണ്ടിയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ചെറുക്കൻ മെട്രിക്സ്, പിന്നെ നമ്മുടെ റാവൺ, അതിന് ഫുഡും കാര്യങ്ങളും നടന്നിട്ടിരിക്കുകയാണ്. അനിയൻ കുഞ്ഞൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ, എന്താ പറയാനുണ്ട പറയാ, എല്ലാം ചോദിച്ചാണ്ട് പറയാൻ. അപ്പൊ ചോദിക്കണം. കുന്നുംകുളം കോഴിക്കോട് റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ, ഈ ലെഫ്റ്റ് സൈഡിലത്തെ ഈ പമ്പിലാണ് നമ്മൾ വണ്ടി നിർത്തിയേക്കുന്നത്. അതിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പമ്പിലാണ് ഫുഡ് കൊടുക്കാണ്ടിരിക്കുന്നത്. പിള്ളേരെല്ലാം ഫുഡും കടിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടിരിക്കുന്നത്. ബാക്കി നമ്മളും പോയി ഫുഡ് കഴിക്കട്ടെ, നമുക്ക് വിശക്കണം. ബാക്കി ലൈനിൽ കുറേ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് നമ്മളാ ഫുഡ് കടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലൈനിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നേരെ നമ്മുടെ മെട്രിക്സും അതേപോലെ തന്നെ ബാബ്സും അവർ നേരെ ഫ്രണ്ടേ പോയിട്ടുണ്ട്, ഞങ്ങൾ നേരെ ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ പോണത്, നമ്മളടുത്ത് എവിടെ നിർത്തണത്? പാക്കേജർ എവിടെ നിർത്തണത് നമ്മൾ? അടുത്ത് എവിടെ വിളിക്കണോ പറ. അപ്പൊ നമ്മളടുത്ത് കോഴിക്കോട് അലുവാക്കട നിർത്തി പിള്ളേർക്ക് അലുവ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിർത്തി ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ടായിരിക്കും നമ്മൾ പിന്നെ അവിടെ നിന്ന് വിരിയണം. ഇതേ ക്യാബിൻ്റെ ആകുമ്പോൾ ഫുള്ള് ഇരുട്ടാണ്, കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ലൈറ്റ് അയക്കാണ്ടെങ്കിൽ അങ്ങനെ ലൈറ്റൊന്നും ഓണാക്കാറില്ല. കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പനിയും കുഞ്ഞാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാബിനിൽ നന്ദു അവിടെ നിന്ന് ചാറ്റ് ചെയ്യണം ആരെയായിട്ടോ, നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മളെ ചെറുക്കൻ പിള്ളേർക്ക് പടം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് പിള്ളേർ പടം കണ്ടിരിക്കണം. അതെ, നമ്മൾ ചുരങ്കേരി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചുരങ്കേരി തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു മഴയും കിട്ടി, അതേപോലെ നല്ല അടിപൊളി കോടയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചുരങ്കേരി ആ ക്യാബിൻ്റെ അകത്ത് ഈ പുറത്ത് നല്ല തണുപ്പുള്ള ടൈമിൽ, അതേപോലെ മഴയുള്ള ടൈമിൻ്റെ അകത്ത് ക്യാബിൻ്റെ അകത്ത് ഈ ഒരു എഞ്ചിൻ്റെ അകത്ത് നിന്ന് തന്നെ ചൂടും കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഫീലാണ്, ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് നമ്മുടെ വയനാട്, അതായത് താമരശ്ശേരി ചുരത്തിലായിട്ട് കയറി എൻട്രി ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ചെറുക്കത്തെ വീശി നമ്മുടെ ചുരം കയറിക്കൊണ്ടിരിക്കുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡും കൂടി നോക്കേണ്ടതും വീഡിയോയും കൂടി എടുക്കേണ്ടതുകൊണ്ട് നല്ലപോലെ വീഡിയോ ഷെയ്ക്കാവുന്നുണ്ട്. മാക്സിമം കാണാൻ പറ്റുന്ന രീതിക്ക്, അതിൻ്റെ ഉചിതമായ രീതിക്ക് നിങ്ങളത് കാണണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് എടുക്കാൻ പറ്റുന്നത്. പിന്നെ കോട എന്ന് പറഞ്ഞ സാധനം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മുടെ വയനാട് ചുരമൊക്കെ കഴിഞ്ഞ് വയനാട് നമ്മുടെ എൻട്രി ഒരു കവാടം ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞത് വണ്ടി മുന്നോട്ട് കുറച്ചുകൂടി നീങ്ങി. കാരണം വേറെ ഒന്നുമല്ല, അവിടെയൊക്കെ വെച്ച് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല മഴയും ഭയങ്കര കോടയായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റണില്ലായിരുന്നു. വെറുതെ നമുക്ക് എടുക്കാമെന്ന് പറ്റില്ല. ഞാൻ എന്തായാലും ആ ഭാഗം ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും ഇതിൻ്റെ അകത്ത് ക്ലിപ്പിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. പക്ഷേ കാണാൻ പറ്റുന്ന ഒരു ഇത് കാണാമല്ലോ, അതിന് വേണ്ടി. ബാക്കിയതേ നമ്മുടെ ഭയങ്കര മഴ കേട്ടോ, ക്ലൈമറ്റ്, അതായത് ആ പ്രകൃതിയുടെ ആ ഒരു ഇതങ്ങോട്ട് മാറി, സ്വഭാവം തന്നെ മാറിപ്പോൾ അതെങ്ങനെയെന്നൊരു പിടുത്തമില്ല. ഇത് അനിയഞ്ചാണെന്നൊരു സാധനം കാണാൻ പറ്റില്ല, വെറുതെ ഇങ്ങനെ നിൽക്കുക, വണ്ടി എങ്ങനെയോ ഓടി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇരിക്കുന്നത്. അല്ല നമ്മുടെ ചെണ്ടയൊക്കെ ഉറക്കണം, എല്ലാവരും ഉറക്കണം. നമ്മൾ നേരെ ഇങ്ങനെ ഓടി നിൽക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് നേരെ ചിക്കമംഗളൂരാണ് പിടിക്കേണ്ടത്. അതിനിടയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇട്ട്
അവർക്ക് വാഷ്റൂമിൽ പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിർത്തും. നമ്മളങ്ങനെ ഓടി 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 ഉറക്കമൊക്കെ നിന്ന് നമ്മളവിടെ കർണാടകയിൽ പെരിയപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവണം നമുക്ക് കൂർഗ് അല്ല ചിക്കമംഗ്ലൂര്? 110. അപ്പം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 110 കിലോമീറ്റർ കൂടി നമുക്ക് ഓടാനുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞൊക്കെ മിഠായിയൊക്കെ വാങ്ങിച്ച് വായിട്ട് ഇങ്ങനെ ഇരിക്കുക, ഉറക്കം വന്ന് തൂങ്ങി. നമ്മുടെ ചെറുക്കന്മാര് രണ്ടുപേരും ഫ്രണ്ടേ പോകുന്നുണ്ട്. അത് നമ്മുടെ ബാബ്സിന്റെ വണ്ടി നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അതിന്റെ ഫ്രണ്ടിൽ നമ്മുടെ സുരാണ്ണുണ്ട്, അതായത് മെട്രിക്സിലുണ്ട്. നമ്മൾ ലൈനിൽ ഇങ്ങനെ പോയാൽ നമ്മൾ ചായയൊക്കെ കുടിച്ച്, ചായ ഒരു ചായ അല്ലേ ഇപ്പൊ മൂന്നാമത്തെ ചായയാണ് കുടിക്കണം. കാരണം നല്ല മഴയുണ്ടായിരുന്നു കിട്ടുന്നു, നല്ല മഴയും കൂടെയൊക്കെ ആയതുകൊണ്ട് നമ്മൾക്ക് നല്ലപോലെ ഉറക്കം വന്നായിരുന്നു. അങ്ങനെ ഉറക്കം വന്ന് നമ്മൾ നേരെ ലൈനിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി നേരെ അങ്ങോട്ട് ചെല്ലണം, ഇവർക്ക് ഫ്രഷപ്പിന് കൊടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം നേരെ ലൈനിൽ ഓടി ഓടി നിൽക്കട്ടെ. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നിൽക്കണം. മൊത്തം ഇഞ്ചിയാണ് കേട്ടോ, ഇഞ്ചി കൃഷിയാണ് ഈ കാണുന്നത്. കഴിഞ്ഞ് ഇഞ്ചി കൃഷി ഇല്ലേ ആ സൈഡിൽ അവിടെ കാണാം, ഇതുണ്ടാവും. അത് മൊത്തം ഇഞ്ചിയാണ്, ഇഞ്ചിയുടെ കൃഷി നടക്കുന്നത്. ഇതൊക്കെ സൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാറ്റിയിടണം. രാവിലെ നേരം വെളുത്ത ടൈമിന് ഈ ക്യാബിൽ ഇങ്ങനെ ഇരുന്ന് ഒരു നമ്മുടെ വിദ്യാജിയുടെ ആ ഒരു മെലഡിയൊക്കെ കേട്ട് ഇല്ലേ, ആ കോടയും ആ മലയുടെ വെള്ള കോടയും ചെറിയ സൂര്യനെ കുതിച്ച് വന്ന് ഇങ്ങനെ പോകണം. നല്ല രസമാണ്, ഒരു രക്ഷയില്ലാത്ത ഫീലാണ് നമുക്ക്. ഇതൊക്കെ ഇഞ്ചിയാണ് കേട്ടോ, ഇത് ഇഞ്ചി കൃഷിയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മളിതേ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതേ നമ്മുടെ ആദ്യത്തെ ടോൾ കൊടുക്കാൻ പോകണം. കർണാടകയിലേക്ക് കയറിയത് ആദ്യത്തെ ടോള് കർണാടക റോഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേറ്റ് ലിമിറ്റഡ്. കണ്ടല്ലോ ആദ്യത്തെ. അത് നമ്മുടെ ടോൾ ഇത്ര 70 80 ഇത്ര കണ്ടൊക്കെയാണ്. നമ്മുടെ വണ്ടി ആദ്യത്തെ വണ്ടി കൊടുക്കുന്നു, രണ്ടാമത്തെ വണ്ടി കൊടുക്കുന്നു, മൂന്നാമത്തെ നമ്മൾ കൊടുക്കാൻ പോകുന്നു. നമ്മുടെ രണ്ടാമത്തെ ദൗത്യം കർണാടകയിലെ ആദ്യത്തെ ടോള്. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടക്കമാണ് ടോളുകളുടെ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദൗത്യം കഴിഞ്ഞ് വിജയകരമായി പൂർത്തിയാക്കിയതിന് അനിയൻ കുഞ്ഞിന് അഭിനന്ദനങ്ങൾ. അതേ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കി നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കും. ഇനി ലൈനിൽ നമുക്ക് നേരെ ഓടിപ്പോകണം. മലയുണ്ടോ, അടിപൊളിയുണ്ടോ, ഇതിലൊക്കെ ഓടമങ്ങണ മേളിൽ രക്ഷയില്ല. ലൈനിൽ ഇതേപോലത്തെ നല്ല നല്ല കാഴ്ചകളുണ്ടാവും ഞാൻ കാണിച്ചു. ഇപ്പം ഈ നേരം വിളിച്ചിരിക്കുന്ന ടൈമിൽ നമ്മുടെ ക്യാബിൻ്റെ അകത്ത് അവസ്ഥ ഞാൻ വേണേൽ കാണിച്ചു തരാം. ഇതാണിപ്പോൾ ക്യാബിൻ്റെ അകത്ത് അവസ്ഥ. എല്ലാവരും നല്ല ഉറങ്ങും, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഞങ്ങൾക്ക് അവിടെ ചെണ്ടോണോ പറഞ്ഞാൽ. അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ കണ്ട ആൾക്കാരൊക്കെ എഴുന്നേറ്റുണ്ട് കേട്ടോ. അയ്യോ നമ്മൾ നേരത്തെ കണ്ട കുറെ ആൾക്കാരുണ്ട്, അതെ അവരൊക്കെ എഴുന്നേറ്റിരിക്കണതൊക്കെ. ഓ എല്ലാം കണ്ടോ പാക്കേജറൊക്കെ വേണ്ട. ഇവിടെ വന്നാൽ കണ്ടൊക്കെ ഉറങ്ങിയത് പാക്കേജർ. അപ്പൊ ചെറുക്കന്മാരൊക്കെ എഴുതുന്നുണ്ട്. ഓണാണ് ഇനി നമ്മൾ നേരെ ലൈനിൽ അങ്ങോട്ട് ഓടി ഓടി നിൽക്കും. അല്ല എന്തോ എന്താ പറയാനല്ലോ, നീ അവിടെ ചെന്നിട്ട് എന്താ പരിപാടി നിനക്ക്? ട്രക്കിംഗ് ഉണ്ട്. ഈ ഉപ്പനെ പോലത്തെ കണ്ണും വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ട്രക്കിങ്ങിന് പോകാൻ പോവാ. അവിടെ ചെണ്ട് അവൻ ട്രക്കിങ്ങിന് പോകാൻ പോവാ. അപ്പൊ ആ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് വഴിയെ ലൈനിൽ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ ഗൈസ് നമ്മള് ചിക്കമംഗ്ലൂർ എത്തി. നമ്മുടെ റൂം ചിക്കമംഗ്ലൂർ ടൗണിൽ തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് വണ്ടി ഒതുക്കാനും സ്ഥലമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് നമ്മുടെ ചെറുക്കന്മാരെ കൊണ്ട് ഇവിടെ ഇട്ടുണ്ട്. ഇതിലിറക്കുന്ന മെട്രിക്സ്, അതിൻ്റെ ബാക്കിൽ ബാബ്സിൻ്റെ അടപ്പുണ്ട്. അതേപോലെ തന്നെ ഇവിടെ തമിഴ്നാട് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ അനിയഞ്ചനും അവരൊക്കെ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് അകത്തേക്ക് കയറി. പിന്നെ അവിടെ പാചകം പരിപാടിയൊക്കെ നടന്നിട്ടിരിപ്പുണ്ട്. എന്ത് ഓട്ടി വന്ന് വണ്ടിയുടെ കോലം നോക്കി, ഓടി വന്ന് വണ്ടിയുടെ കോലം നോക്കി. എൻ്റെ പൊന്നോ മൊത്തം അഴുകായി. നമുക്കിവിടെ കഴുകാനെന്നുള്ള സെറ്റപ്പൊന്നുമില്ല ഇവിടെ. നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ നടന്നിട്ടിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ബാക്കി റൂമിൽ പോയിട്ട് സെറ്റാക്കുള്ളൂ. രാവിലെ തന്നെ പൂരിയാണ്, പൂരി ഉരുളക്കിഴങ്ങ് കറി.
അങ്ങോട്ടല്ല, ഇത് എന്റെ യൂട്യൂബ് ചാനലിലേക്കുള്ളത്. ചെണ്ട എന്താണ് മോനെ. മെട്രിക്സ് മൊത്തം ഒഴുകായി. മഴ ഉണ്ടായിരുന്നു, ചെറിയ പൊടിമഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പൊടിമഴയല്ല, നല്ല രീതിക്കുള്ള മഴ കിട്ടിയായിരുന്നു. ബാക്ക് നോക്കി തോലമ്പൈ നമ്മുടെ ബാപ്സിന്റെ വണ്ടി. ബാപ്സിന്റെ വണ്ടിയുണ്ട്. അവരും അകത്ത് കിടക്കുകയെന്ന് തോന്നുന്നു, അവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനത്തെ പരിപാടി. ഇവിടെ വലിയൊരു പറമ്പില് ഇത് കണ്ട്, ഇതേപോലത്തെ ഒരു പറമ്പിൽ അവിടെയൊക്കെ വണ്ടി കിടപ്പുണ്ട്. കണ്ടാ തമിഴന്മാർ അവിടെ കൊണ്ട് വണ്ടി ഇട്ടുണ്ട്. പിന്നെ പരിപാടി നമുക്ക് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇനി അവർക്ക് ഫ്രഷപ്പിന് കൊടുത്തിട്ടുണ്ട്. ഫ്രഷപ്പ് കഴിഞ്ഞ് വന്നിട്ട് അവർക്ക് നേരെ ഇവിടെ നിന്ന് ഫുഡ് റെഡി ആക്കുമ്പോൾ ഫുഡ് കൊടുക്കാൻ പോകണം. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് നേരെ ട്രക്കിങ്ങിന്. പിന്നെ ഉച്ചക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോകണം. അപ്പം ഞാനും അവിടെ പാചകക്കാരൻ ആരെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും പോകണത്. ഉച്ചക്ക് നമ്മൾ അങ്ങോട്ട് പോകണതും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ട്രക്കിങ്ങിന് പോകണതിൻ്റെ കുറച്ച് വീഡിയോസ് എന്തായാലും ഞാൻ എടുക്കാം കേട്ടോ. ബാക്കി നമുക്ക് പുറകെ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് നമ്മളെ രാവിലെ ഇവിടെ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ രാവിലത്തെ കൊണ്ട് നമ്മൾ കൊടുത്തു. ചായയുടെ കാര്യങ്ങൾ അത് നമ്മൾ എടുത്തില്ല. അതേപോലെ തന്നെ ഇനി ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടിയാണ്. ഭയങ്കര സൗണ്ടാണ്. കാരണം നമ്മളത് പണ്ടത്തെ സാധനം മഹീന്ദ്രയുടെ ജീപ്പാണ്. അങ്ങനെയാണ് ഡ്രൈവർ. ഇത് നമ്മുടെ ഫുഡ് ഐറ്റംസ്. ഇത് നമ്മുടെ അമ്മ നമ്മളത് നേരെ അവർ സൈറ്റ് കാണാൻ പോയിരിക്കണം. അപ്പോൾ അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ പോയാണ്. എത്രത്തോളം വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ മഹീന്ദ്രയുടെ ജീപ്പിൻ്റെ പണ്ടത്തെ ആ ഒരു പവർ ഉള്ളതുകൊണ്ട് ഇപ്പോഴും അതേപോലെ തന്നെയാണ്. ആ ഒരു കൊച്ചു ക്ലാസ്സിലുള്ള കാഴ്ച ആ ഒരു ഭയങ്കര സൗണ്ട്, രക്ഷയില്ല. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് അവിടെ ചെന്ന് സൈറ്റ് പരിപാടി ഫുഡ് കൊടുക്കാം. ഓക്കെ, ആണാ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളിൽ ഇത് കണ്ടോ, മൊത്തം ലാൻഡ് സ്ലൈഡ് നടന്നേക്കുന്ന സ്ഥലങ്ങളാട്ടോ. വന്ന കുറേ സ്ഥലം ഉണ്ടായിരുന്നു. എനിക്ക് കുറേ ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. കുറേയൊക്കെ ഞാൻ ഇങ്ങോട്ട് വരും തോറും പിന്നെയും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇതേപോലെ തന്നെ വന്നിട്ട് വെച്ച് വണ്ടി തിരിച്ചു വിടാൻ വേണ്ടി വെച്ച ബാരിക്കേഡും കാര്യങ്ങളൊക്കെ കേട്ടോ. അതേപോലെ തന്നെ മരങ്ങളൊക്കെ നല്ല രീതിക്ക് വീണ് കിടപ്പുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതൊന്നുമല്ല, ഇതിലും വലിയ രീതിക്കാണ് ഇവിടെ വീണ് കിടന്നിട്ട്. അത്രക്കും ഒരു റൈഡിലായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ചെയ്യുമ്പോൾ കൂടുതൽ ആനിമൽ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണെന്ന് പറയണം കേട്ടോ. ഈ പോണ ഈ വഴികളിൽ. അപ്പോൾ സൈൻ ബോർഡും കാര്യങ്ങൾ വെച്ചേക്കൊണ്ട് ഞാൻ അണ്ണൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അണ്ണൻ പറഞ്ഞത് അതേപോലെ തന്നെ നമ്മുടെ ചീറ്റ, അതേപോലെ തന്നെ നമ്മുടെ പുലി, നമ്മുടെ ആന, നമ്മുടെ കാട്ടുപോത്ത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇറങ്ങുന്ന വഴിയാണെന്നാട്ടോ പറഞ്ഞത്. അടിപൊളി ഹെയർപിന്ന് വന്നത്. എന്നാൽ തന്നെ നമ്മുടെ അവിടെ താഴെയുള്ള ആ ടൗണും കാര്യങ്ങളൊക്കെ കാണാം. മല കണ്ടാ. ഇപ്പം നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന മല കടന്ന് അപ്പുറത്ത് ചെല്ലുമ്പോഴാണ് നമ്മളീ ഇപ്പം പോണ സ്ഥലം. ഇനി നമുക്ക് കുറേ പോകാനുണ്ട്. ഇതേ പക്കായിട്ട് കാണുന്നത് കണ്ടാ. അതെന്താ കേട്ടോ, ചിക്കമംഗളൂർ സിറ്റിയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പക്കായിട്ട് കാണാം ഇവിടെ നിന്ന്. നമ്മൾ ചുമ്മാ വണ്ടിയിൽ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഇപ്പോൾ പിള്ളേർക്ക് അങ്ങോട്ട് പോകണ വഴിയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ വീഡിയോ ഒക്കെ എത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ട, എടുത്താലും തീരാത്തത്ര സീനറിയാണ് ഈ നമ്മൾ പോണ ഈ റൂട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി സീനറി, ഒന്നും